ഈ പൗരത്വ ബില്ലിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇപ്പം ഞാനിപ്പോൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ അത് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻ എക്സ്പ്ലെയിൻ ചെയ്യുകയായിരുന്നു. അതങ്ങനെയാണ്. അതുകൊണ്ട് നാച്ചുറലി അത് നമുക്കത് പറഞ്ഞേ പറ്റുള്ളൂ. പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ ഈ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് എന്ന് പറയുന്ന ആ ഒരു നിയമത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അപ്പം അതിനകത്ത് പല പ്രശ്നങ്ങളുമുണ്ട്. ഒന്നാമത്തെ കാര്യം, ആദ്യമായി നമ്മുടെ ഭരണഘടനയിൽ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഡൊമിസൈലും പ്ലേസ് ഓഫ് ബർത്തും ഇത് മാത്രമാണ് ഒരു സിറ്റിസൺഷിപ്പിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. അതിനുശേഷം പിന്നെ സിറ്റിസൺഷിപ്പ് ആക്ടിൽ പല പ്രൊവിഷനും വന്നിട്ടുണ്ട്. എന്നാലും ബേസിക് അപ്രോച്ച് എന്ന് പറയുന്നത്, അടിസ്ഥാനപരമായ നമ്മുടെ സമീപനം എന്ന് പറയുന്നത്, ഇവിടെ ജനിച്ച ആളുകൾ, അതുപോലെ ഇവിടെ ഡൊമിസൈലായ ആളുകൾ, ഇത് മാത്രമേ ഉള്ളൂ. അതിൽ റിലിജൻ ഒരു ഭാഗമേ അല്ല. റിലിജൻ എന്ന് പറയുന്ന ഒരു ഗ്രൗണ്ടല്ല. മതം എന്ന് പറയുന്നത് ഏത് മതത്തിൽപ്പെട്ടവരായാലും ഇവിടെ ജനിച്ച ആളുകൾ ഇവിടുത്തെ പൗരന്മാരാണ്. ആ രീതിയിലുള്ളൊരു കാഴ്ചപ്പാടാണ് നമ്മുടെ ഭരണഘടന വയ്ക്കുന്നത്. കാരണം അത് വളരെ സെക്യുലറായ ഒരു അടിസ്ഥാനത്തിലാണ് അങ്ങനെയൊരു നിയമം, അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടാക്കിയതും അതിനനുബന്ധിച്ച് സിറ്റിസൺഷിപ്പ് ആക്ട് ഉണ്ടാക്കിയെടുത്തതും. ഇപ്പം അതിൽ ആദ്യമായി റിലിജൻ എന്ന ഒരു ഗ്രൗണ്ട് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പം ഞാനത് നോക്കുമ്പോൾ ഇതിനകത്ത് ഈ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും അഭയാർത്ഥികളായി ഇവിടെ വന്നു ചേർന്നിട്ടുള്ള ഈ ആളുകൾക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കരുതെന്നും ആരും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്ന മതമാവരുത് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാര്യം. കാരണം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ ഭരണഘടനയുടെ വളരെ അടിസ്ഥാന ഘടകമായ അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചറിൻ്റെ ഒരു ഭാഗമായിരിക്കുന്ന സെക്യുലറിസം അതാണ് ഹനിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അത് പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണമല്ലോ ഈ CAA എന്ന് പറയുന്ന ഈ ഒരു നിയമത്തിനെ ആളുകൾ ചലഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള സ്റ്റേറ്റിൻ്റെ നിലപാടിനോട് പൂർണ്ണമായിട്ട് ഞാൻ യോജിക്കുന്നുണ്ട്. അതങ്ങനെയാണ് വേണ്ടത്. കാരണം ഭരണഘടനയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് സെക്യുലറിസമാണ്. അത് ബേസിക് സ്ട്രക്ചറാണ്. ആ സെക്യുലറിസത്തിൻ്റെ കോട്ടം വരുന്ന, അതിനെ ഹനിക്കുന്ന ഒരു നടപടിയും നമ്മൾ എടുത്തുകൂടാ. അത് തികച്ചും ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ, ഈ CAA കൂടുതൽ ഇതിനകത്ത് അപകടം വരാൻ പോകുന്നത് ഈ സിറ്റിസൺഷിപ്പ് രജിസ്റ്ററാണ്. സിറ്റിസൺഷിപ്പ് രജിസ്റ്റർ, അപ്പോൾ ഇതെല്ലാം ഒരു സ്കീമിൻ്റെ ഭാഗമാണ്. സിറ്റിസൺഷിപ്പ് രജിസ്റ്റർ എന്ന് പറയുമ്പോൾ എല്ലാ സിറ്റിസൺസിനും കമ്പൾസറി ആയിട്ട് രജിസ്ട്രേഷൻ ഉണ്ടാവണം, ഐഡൻറ്റിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ അവർക്ക് ഇത് കളക്ട് ചെയ്യുന്നത് സിറ്റിസൺഷിപ്പ് ഈ പോപ്പുലേഷൻ രജിസ്റ്ററിൻ്റെ അവർ ജനറേറ്റ് ചെയ്യുന്ന ഡേറ്റയുടെ ബേസിലാണ് ഈ സിറ്റിസൺഷിപ്പ് രജിസ്റ്റർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പോപ്പുലേഷൻ രജിസ്റ്റർ ഉണ്ടാക്കാൻ വരുന്ന ആളുകൾ അവർ ചോദിക്കുന്ന കാര്യങ്ങൾ, മുത്തച്ഛൻ്റെ കാര്യവും, മുത്തച്ഛൻ എവിടെയാണ് ജനിച്ചത്, എന്നാ ജനിച്ചത് എന്നൊക്കെയുള്ള ആ ധാരാളം കാര്യങ്ങൾ അവർ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ അതിന് മറുപടി നമുക്കില്ല, അതിനുള്ള റെക്കോർഡൊന്നും നമ്മുടെ കയ്യിലില്ല, ആരുടെയും കയ്യിലില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് മിസ്ചീഫ് അതിനകത്ത് പ്ലേ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ആശങ്ക ഇന്ന് പലരുടെയും മനസ്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ അഭയാർത്ഥികളായിട്ട് വന്നിരിക്കുന്ന ആളുകൾക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കണം, അതിലൊന്നും ആർക്കും അതിനെക്കുറിച്ചൊരു എതിരഭിപ്രായം ഉണ്ടാകാൻ സാധ്യതയില്ല, അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഈ സിറ്റിസൺഷിപ്പ് രജിസ്റ്റർ, പോപ്പുലേഷൻ രജിസ്റ്റർ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് അവിടെ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്. വളരെ സീരിയസ് ആയ പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയ അപ്രിഹെൻഷൻസ് നമ്മുടെ പല സെക്ഷൻസിലുമുണ്ട്, ജനങ്ങളിലുണ്ട്. ശരി.